Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram. Om Ajnanatimirandhasya Jnananjanashalaakaya Chakshurunmilitam yena Tasmai Shri Gurave Namaha. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामह्यं ददाति स्वपदान्तिकम् वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लिङ्गयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम् कदाञ्चन स्मृते अस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। हरिः ओं तत्सत्। हरे കൃഷ്ണ. ഒരു കഥയിൽ കൂടി നമുക്ക് ഭഗവത് നാമമാഹാത്മ്യത്തെക്കുറിച്ച് ഇന്ന് അറിയാൻ ശ്രമിക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കാം. പക്ഷെങ്കിലും അതിന് കുറച്ച് ശാസ്ത്രങ്ങളുടെ റെഫറൻസോട് കൂടി നമുക്ക് ഈ ഒരു കഥയെന്ന് മനസ്സിലാക്കാം. അതിനോടൊപ്പം തിരുനാമത്തിന്റെ മാഹാത്മ്യവും നമുക്കതിൽ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ്, മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അനേകം ആൾക്കാര്, പ്രജകൾ വന്ന് യുധിഷ്ഠിര മഹാരാജാവിനെ കണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ നേടി, ചോദ്യങ്ങൾക്ക് ഉത്തരമെല്ലാം നേടിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഭീമന് ഒരു ആഗ്രഹമുണ്ടായി. ചേട്ടൻ ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ദൗത്യം ചെയ്യുന്നു, ജ്യേഷ്ഠനെ ഒന്ന് സഹായിക്കണമെന്നും അതുപോലെ എനിക്കും ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭീമൻ യുധിഷ്ഠിര മഹാരാജാവ് കയറുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന സ്ഥലത്തിന് വെളിയിൽ ഒരു ക്യാബിൻ, ഒരു റൂമൊക്കെ ഇട്ട് അവിടെ ഇരിപ്പുറച്ചു. വരുന്ന ആൾക്കാരെല്ലാം ആദ്യം ഭീമനെ കണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ആ പ്രശ്നങ്ങൾക്ക് അവിടെ ഉത്തരം കിട്ടിയില്ല എങ്കിൽ അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് യുധിഷ്ഠിര മഹാരാജാവിനെ കാണാം. അതായിരുന്നു കണ്ടീഷൻ. അങ്ങനെ പല പ്രശ്നങ്ങൾക്കും ഉത്തരങ്ങളൊക്കെ കണ്ടുകൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അവിചാരിതമായിട്ട്, ഒരു അപ്രതീക്ഷിതമായിട്ട് ചില വ്യക്തികൾ അവിടെ എത്തുകയുണ്ടായി. ആദ്യത്തെ വ്യക്തി ഭീമന്റെ ക്യാബിനിൽ ചെന്നില്ല, ഭീമന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ വീട്ടിലെ വേലി, അതായത് ഫെൻസ് അല്ലെങ്കിൽ വേലി, അടുത്ത പറമ്പിലേക്ക് കയറിപ്പോകുന്നതായിട്ട് ഞാൻ കാണാനിടയായി. എന്താണ് ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത്? ഭീമൻ ആദ്യം ഒന്ന് ശങ്കിച്ചു, എന്താ ചെയ്യുക, ഇതിനിപ്പോ എന്താ ഉത്തരം പറയുക? കാരണം ഒരു രാക്ഷസനെ കൊല്ലാനൊക്കെ, ഒരു അസുരനെ കൊല്ലാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീമൻ ഈസി ആയിട്ട് ചെയ്യും. പക്ഷെ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭീമൻ അത്രയ്ക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കത്തില്ല. ഭീമൻ പറഞ്ഞു, ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ യുധിഷ്ഠിര മഹാരാജന്റെ അടുത്തേക്ക് വിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ് പറയുന്നത്. പറഞ്ഞു, വലിയൊരു കുടത്തിലെ വെള്ളം ഞാൻ ചെറിയ കുടങ്ങളിലേക്ക് മാറ്റിയിട്ട് തിരിച്ച് അതേ വെള്ളം ഈ വലിയ കുടത്തിലേക്ക് ഒഴിച്ചപ്പോൾ പാതിയെ കണ്ടുള്ളൂ. ആ വലിയ കുടത്തിന്റെ പകുതി മാത്രമാണ് എനിക്ക് വെള്ളം കാണാൻ സാധിച്ചത്. എന്താണ് ഇതിൻ്റെ അർത്ഥമാക്കേണ്ടത്? അവിടെയും ഭീമന് തോൽക്കുകയാണ് ചെയ്തത്. ഭീമന് അതിന് ഉത്തരം കിട്ടിയില്ല, ഉത്തരം അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോയിക്കോളൂ. മൂന്നാമത് മറ്റൊരാൾ വന്നപ്പോൾ പറഞ്ഞു, സൂചിയുടെ നോക്കിൽ കൂടി അല്ലെങ്കിൽ ആ വായിൽ കൂടി
ഞാൻ ആനയെ കടത്തിയപ്പോൾ ആന കടന്നുപോയി, പക്ഷേ വാൽ അവിടെ ഉടക്കി. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? അവിടെയും ഭീമൻ ഉത്തരമില്ല. ഭീമൻ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. നാലാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ വലിയ ഒരു പാറക്കഷ്ണം അല്ലെങ്കിൽ ഒരു മല പോലെയുള്ള ഒരു പാറ കിടപ്പുണ്ടായിരുന്നു. ആ പാറ അവിടെ ഉണ്ടായിരുന്ന ശക്തിമാന്മാരായ വ്യക്തികളെല്ലാം മാറ്റാൻ ശ്രമിച്ചിട്ടും അത് മാറുന്നില്ല. പക്ഷേ ഒരു സന്യാസി വന്ന് തൻ്റെ സന്യാസ ദണ്ഡ കൊണ്ട് അതിനെ തട്ടി മാറ്റി. അത് മലപോലൊരു പാറയായിരുന്നു. ആ പാറയെ തൻ്റെ സന്യാസ ദണ്ഡ കൊണ്ട് തട്ടി മാറ്റി. ഭീമൻ വിചാരിച്ചടാ, ഇതെങ്ങനെ സംഭവിച്ചു? വലിയ മല്ലയുദ്ധം ചെയ്യുന്നവർക്ക് സാധിക്കാത്ത കാര്യം ഒരു സന്യാസി എങ്ങനെ ഒരു സന്യാസ ദണ്ഡ കൊണ്ട് അതിനെ തട്ടി മാറ്റാൻ സാധിച്ചു? അതിനും ഉത്തരം ഭീമന്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഭീമൻ അദ്ദേഹത്തെയും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്തേക്ക് വിട്ടു. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്തിൽ പോയ 4 പേരും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നത് ഭീമന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭീമൻ പെട്ടെന്ന് അവരെ നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കിതിന് ഉത്തരം കിട്ടിയത്? വളരെ മനോഹരമായിട്ട് ഇതിന്റെ ഉത്തരം യുധിഷ്ഠിര മഹാരാജാവ് കൊടുക്കുകയുണ്ടായി. ആ കിട്ടിയ ഉത്തരത്തിന് നമുക്ക് ചില ശാസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ പല ഗ്രന്ഥങ്ങളുടെ റെഫറൻസോടുകൂടി നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ആദ്യം ചെന്ന വ്യക്തി പറയുന്നത്, മലയാളത്തിലുള്ള പഴഞ്ചൊല്ലുണ്ട്, വേലി തന്നെ വിളവ് തിന്നുന്നു. അതായത് വേലി അപ്പുറത്തെ പറമ്പിലേക്ക് എൻക്രോച്ച് ചെയ്യുന്നു. നമ്മളിത് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അയൽവക്കത്തുള്ളവരുടെ പറമ്പിലേക്ക് നമ്മുടെ സ്ഥലങ്ങൾ നമ്മൾ അക്വയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻക്രോച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഏതു വിധേനയും നമ്മളുടെ വസ്തുവകകൾ നമ്മൾ കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്തത്. അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടാണെങ്കിലോ മറ്റുള്ളവരെ ഏത് രീതിയിലാണെങ്കിലും ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് പറയുന്ന പോലെ നമ്മുടെ വസ്തുവകകളെ നമ്മൾ കൂട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രീഡ്, അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു അനർത്ഥം ശ്രീമദ് ഭാഗവത്തിൽ പ്രഹ്ലാദ മഹാരാജാവിന്റെ പഠനത്തിൽ 7-ാമത്തെ സ്കന്ധത്തിൽ 15-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കാമസ്യാന്തം ഹി ക്ഷുദ്ദൃഢഭ്യാം ക്രോധസ്യേതത് ഫലോദയാത് ജനോ യാതി ന ലോഭസ്യ ജീവാ ഭുക്ത്വാ ദിശോ ഭുവഃ. വളരെ ദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മളുടെ ശാരീരികമായ ആവശ്യങ്ങൾ, ഇന്ദ്രിയ തൃപ്തിയോ വിശപ്പോ പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ തൃപ്തി നേടുമ്പോൾ നമുക്കതിനെ ശമിപ്പിക്കാൻ സാധിക്കും. വിശപ്പ്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്കതിനെ അടക്കാൻ സാധിക്കും. ഈവൻ ദേഷ്യം വന്നാൽ പോലും ആ ദേഷ്യത്തെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ള ആളുടെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ചാസ്റ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ദേഷ്യം കുറച്ച് ശമിക്കുന്നു. ശ്രീമദ് ഭാഗവത്തിലെ പ്രഹ്ലാദ മഹാരാജാവ് പറയുകയാണ്, എന്നാൽ ഗ്രീഡ് അല്ലെങ്കിൽ അത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും തീർക്കാൻ സാധിക്കാത്തതാണ്. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും, മുഴുവൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ശമിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വസ്തുവാണ് ഗ്രീഡ് അല്ലെങ്കിൽ അത്യാഗ്രഹം. ഇതാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞത്. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന് കൊടുത്ത ആൻസർ ഇതായിരുന്നു. സോ നമ്മുടെ ആഗ്രഹം. എന്നാൽ ശ്രീമദ് ഭാഗവത്തില് പ്രഹ്ലാദ മഹാരാജാവ് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. 7-ാമത്തെ സ്കന്ധത്തിൽ 15-ാം അധ്യായത്തിൽ തന്നെ 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സദാ സന്തുഷ്ട മനസ സർവാ ശിവമയാദിശഃ ശങ്കരാകണ്ഠ കാദിഭ്യോ യഥോപാനത് പദശിവം. തൻ്റെ പാദത്തിൽ നല്ല ഒരു ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് അണിഞ്ഞ, പാദുകം അണിഞ്ഞ ഒരു വ്യക്തിക്ക് കല്ലുള്ളിടത്തോ മുള്ളുള്ളിടത്തോ അനായാസം നടക്കാൻ സാധിക്കുന്നത് പോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവന് ഏതൊരവസരത്തിലും സന്തുഷ്ടനായി ജീവിക്കാൻ സാധിക്കും.
ആ വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ് പ്രഹ്ലാദ് മഹാരാജാവ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി യുധിഷ്ഠിര മഹാരാജാവിനോട് ചെന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, വലിയ ഒരു കുടത്തിലെ വെള്ളം ചെറിയ ചെറിയ കുടങ്ങളിലേക്ക് മാറ്റിയിട്ട് തിരിച്ച് ആ കുടത്തിലെ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചപ്പോൾ ആ വലിയ കുടത്തിന്റെ പകുതിയെ കാണാൻ സാധിച്ചുള്ളൂ. എന്താണ് ഇതിൽ പറയുന്നത്? ഈ ഇരിക്കുന്നതിൽ പല വ്യക്തികൾക്കും ഒരുപക്ഷെ അനുഭവമുള്ളതായിരിക്കും. നമ്മളൊക്കെ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്നൊരു പരിഭവം. ഞാൻ എൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയെയോ ഞാൻ ഇത്രയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു, എന്നാൽ അവരെന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നു, എന്നാൽ കുട്ടികൾ എന്നോട് തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന പരിഭവം നമ്മളിൽ പലർക്കും അനുഭവം ഉണ്ടായിരിക്കാം. കപിലദേവന്റെ തന്റെ അമ്മയായ ദേവഹൂതിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ 3-ാം സ്കന്ധത്തിൽ 30-ാം അധ്യായത്തിൽ 13-ാമത് ശ്ലോകത്തിൽ പറയുന്നു, ഏവം സ്വഭരണാകൽപ്പം തത് കളത്രാദയസ്തഥാ നാദ്രിയന്തേ യഥാ പൂർവം ഹീനാശ ഇവ ഗോചരം. ഒരു കൃഷിക്കാരൻ തന്റെ കറവ പശുവിനെ അല്ലെങ്കിൽ കറവ വറ്റിയ പശുവിനെ എങ്ങനെ ഒരു ഭാരമായി തീരുന്നുവോ, അല്ലെങ്കിൽ അയാൾ അതിനെ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കാനായിട്ട് ശ്രമിക്കുന്നുവോ, അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരു കാളയെ ഇനി പോറ്റാൻ സാധിക്കാത്തതുപോലെ, പക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഈ ഓട്ടക്കുതിരകൾ ഓടിക്കാൻ, അതായത് കുതിരപ്പന്തയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുതിരകളെ, അതിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. തൊട്ട് മുമ്പ് വരെ ഒരുപക്ഷെ വലിയ കുതിരപ്പന്തയത്തിൽ ജയിക്കാനായിട്ട് ആ ഓണറിനെ സഹായിച്ച ആ കുതിരയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. കറവവറ്റ പശു ആ ക്ഷീര കർഷകന് വലിയ ഭാരമാണ്, അതിനെ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു വീട്ടിലൊരു ഗൃഹനാഥൻ ഏണിങ്സ് ഇല്ലാത്ത ഒരവസ്ഥയിൽ ആ വ്യക്തിക്ക് ആ വീട്ടുകാരൊരു ഭാരമായി മാറും. തൻ്റെ യൗവന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കാലത്തോളം എത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ അദ്ദേഹം ശ്രമിച്ചു, അല്ലെങ്കിൽ അത്രമാത്രം ചെയ്തു എന്ന യാഥാർത്ഥ്യത്തെ തൻ്റെ കുടുംബം മറക്കുന്നു. ഈ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറയുണ്ടായി, ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങും, വൈകിട്ട് 5 മണിക്കേ വീട്ടിൽ വരികയുള്ളൂ. പൈസ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ള സത്യം, പക്ഷെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വില പോകും. ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്. പൈസയുണ്ട്, പൈസ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഓഫീസ് ജോലിക്ക് പോകുന്നത് പോലെ 10 മണിക്ക് പോയിട്ട് 5 മണിക്ക് തിരിച്ചു വരുന്ന പോലെ പോയി പാർക്കിലായിരിക്കും ഇരിക്കുന്നത്. പാർക്കിലിരുന്ന് ഭാഗവതം വായിക്കുകയോ ഭഗവത്ഗീത വായിക്കുകയോ ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ വീട്ടിലിരിക്കില്ല. കാരണം ഈ ഇൻസിഡന്റ്, എങ്ങനെ ആ വലിയ കുടത്തിലെ വെള്ളം ചെറിയ കുടത്തിലേക്ക് ഒഴിച്ചിട്ട് തിരിച്ചൊഴിക്കുമ്പോൾ പകുതിയാകുന്ന സംഭവം, ഇതാണ് യുധിഷ്ഠിര മഹാരാജാവ് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. ഭീമനോട് ആ വ്യക്തി പറഞ്ഞു കൊടുത്തു. ഇതാണ് ഈ കിട്ടിയ ഉത്തരം. 3-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു ആനയെ കടത്താൻ സൂചിയുടെ മുനയിൽ കൂടി ആനയെ കടത്തി, പക്ഷെ അതിന്റെ വാല് അതിലുടക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യുധിഷ്ഠിര മഹാരാജ പറഞ്ഞു കൊടുത്തത്, ഇന്ന് ഈ ഭൗതിക ലോകത്തില് ആൾക്കാര് എത്ര വേണേ തൻ്റെ പണം തൻ്റെ ആസ്വാദനങ്ങൾക്കായി ഉപയോഗിക്കും, തൻ്റെ ശാരീരികമായ ഉപയോഗങ്ങൾക്കായി അതിനെ വിനിയോഗിക്കും. സിനിമ കാണാനും ഔട്ടിങ്ങിന് പോകാനും എക്സ്കർഷൻസിന് പോകാനും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനും മുതലായ കാര്യങ്ങൾക്ക് അവർ ചെലവാക്കുന്നതിന് സ്വിമ്മിംഗ് പൂൾ വരെ വീട്ടിൽ പണിയും. എന്നാൽ അവരോട് ചോദിക്കുകയാണ്, ചെങ്ങന്നൂരിലൊരു പ്രൊജക്റ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യൂ എന്ന് ചോദിച്ചാൽ തരാൻ മടിക്കുന്നവരാണ് കൂടുതലും. കൃഷ്ണബലരാം ക്ഷേത്രത്തിൽ ധനത്തിൻ്റെ ആവശ്യമുണ്ട്,
ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞാൽ മടിക്കുന്നവരാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഭഗവാന്റെ കാര്യത്തിനോ ഭക്തന്മാരുടെ ആവശ്യങ്ങൾക്കോ ഭാഗവത പ്രചരണത്തിനോ വേണ്ടി ചെറിയൊരു ധനം സഹായത്തിനായി ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ മടിക്കുന്നവരാണ് തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി വാരി കോരി ചെലവാക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ 7-ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്ന 6-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കോ അന്യോ അർത്ഥ തൃഷ്ണാം വിസൃജേത് പ്രാണേഭ്യോപി യ ഇപ്സിതഃ യം കൃണാത്തി അശുഭി പ്രേഥേസ് തസ്കര സേവകോ വാണി. ഇംഗ്ലീഷിൽ ഒരു യൂസേജ് ഉണ്ട്, മണി ഈസ് സ്വീറ്റർ ദാൻ ഹണി. മണി ഈസ് സ്വീറ്റർ ദാൻ ഹണി എന്ന് ഒരു ഇംഗ്ലീഷിൽ പ്രോവർബ് ഉണ്ട്. ഹിന്ദിയിൽ പറയും, ന ബാപ് ബഡാ ഭയ്യ സബ്സെ ബഡാ റുപ്പയ്യ. ഈ ഹിന്ദി അറിയാവുന്നവർ കേട്ടുണ്ടാവും. ന ബാപ് ബഡാ ഭയ്യ സബ്സെ ബഡാ റുപ്പയ്യ. സോ മണി ഈസ് സ്വീറ്റർ ദാൻ ഹണി. പൈസയാണ് എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിനെ ഞാൻ ഒരിക്കലും താഴ്ത്തിക്കെട്ടുകയല്ല. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ റവന്യൂവിൻ്റെ ഏറ്റവും ഭൂരിഭാഗം നമ്മൾ ചെലവാക്കുന്നത് നമ്മളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫോഴ്സിലേക്കാണ്. എയർഫോഴ്സ്, ആർമി, നേവി, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നവർ തൻ്റെ സ്വന്തം ജീവനെ മാറ്റി നിർത്തിയിട്ടാണ്, മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് അവർ പോയി നിൽക്കുന്നത്. അവിടെ ഏത് സമയവും അറ്റാക്ക് പ്രതീക്ഷിക്കാം, ഏത് സമയവും യുദ്ധം ഉണ്ടാവാം, മരണം വരെ വരിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ ചെറിയതായിട്ട് നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, മത്സ്യബന്ധനത്തിന് പോകുന്നു. ഇപ്പോൾ ഭയങ്കര മഴയും കാറ്റും തിരമാലകളും ഉള്ള സന്ദർഭത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ തൻ്റെ ജീവൻ തിരിച്ചു വരുമോ അല്ലെങ്കിൽ ജീവനോടെ തിരിച്ചു വരുമോ എന്ന ഉറപ്പില്ലാതെയാണ് അവർ പോകുന്നത്. പക്ഷേ അവിടെ അവരുടെ ആവശ്യം എന്താണ്? പൈസ സമ്പാദിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അറിയാനുണ്ടായി, നമ്മൾ നിസ്സാരമൊന്നുമല്ല, പോയി കഴിഞ്ഞാൽ 25-30 പേരൊക്കെയാണ് ഒരു ബോട്ടിൽ പോകുന്നത്. ആ പോകുന്ന ഓരോ ബോട്ടിലും ഒരാൾക്ക് 10,000 രൂപ വെച്ച് കിട്ടും തിരിച്ചു വരുമ്പോഴത്തേക്ക്. ഓൾമോസ്റ്റ് 10,000 റുപ്പീസ് പെർ ഹെഡ് കിട്ടുന്ന വരുമാന മാർഗമാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ജീവന്റെ പ്രാധാന്യത്തിനേക്കാൾ അവര് പൈസ സമ്പാദിക്കാനുള്ള പ്രാധാന്യമാണ് അവിടെ കൊടുക്കുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ പോയി നിൽക്കുമ്പോൾ, ജോലി ചെയ്യാനായിട്ട് തയ്യാറായി പോയി നിൽക്കുമ്പോൾ, തൻ്റെ ജീവൻ പൊയ്ക്കോട്ടെ എന്നാലും പൈസ സമ്പാദിക്കാം. സോ മണി ഈസ് സ്വീറ്റർ ദാൻ ലൈഫ് എന്ന് തന്നെ പറയാം, അല്ലെ? ഹണിയേക്കാളും ലൈഫ് ജീവിതത്തിന്. അതാണ് ആ വ്യക്തി അവിടെ കണ്ടത്. എങ്ങനെ തൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു, എന്നാൽ ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനായിട്ട് തയ്യാറാകുന്നു. ലാസ്റ്റിലത്തെ വ്യക്തി പോയി ചെന്ന് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ ഇന്നത്തെ യഥാർത്ഥ പാഠ്യവിഷയം. പക്ഷേ എങ്കിലും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനം ആ വലിയ പാറ, ഒരു മല പോലെയുള്ള പാറ റോഡിന്റെ നടുക്കിരിക്കുന്നത് മാറ്റാൻ ശക്തിയുള്ള പല ആൾക്കാർ ശ്രമിച്ചിട്ടും സാധിക്കാത്തത് തൻ്റെ സന്യാസ ദണ്ഡ കൊണ്ട് ആ സന്യാസി വര്യൻ മാറ്റിയത് മറ്റൊന്നുമല്ല, ഇത്രയും ദോഷങ്ങളും മറ്റുമുള്ള ഈ കലിയുഗത്തിൽ ഭഗവാന്റെ തിരുനാമം ആണ് ഏറ്റവും പ്രാധാന്യം. കലേർ ദോഷനിധേ രാജൻ അസ്തി ഹേകോ മഹാൻ ഗുണഃ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരംപ്രജേ. ഈ കലിയുഗത്തില് ഹരിനാമമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. മറ്റെന്തെല്ലാം മാർഗങ്ങൾ, കർമ്മയോഗമോ ധ്യാനയോഗമോ അഷ്ടാംഗയോഗമോ അല്ലെങ്കിൽ ജ്ഞാനയോഗമോ എന്തു തന്നെ നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് മോക്ഷപ്രാപ്തി നേടുന്നതിന് അസാധ്യമാണ്. മറ്റ് യുഗങ്ങളിൽ ഒരുപക്ഷെ അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നായിരിക്കാം. എന്നാൽ കലിയുഗത്തില് ഇത്രയും പ്രയാസപ്പെട്ട കാര്യം നമുക്ക് നിസാരമായ നാമജപം കൊണ്ട് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്
ആ ഒരു എക്സാമ്പിൾ കൂടി യുധിഷ്ഠിര മഹാരാജാവ് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തത്. ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത് നമുക്ക് തോന്നും സിമ്പിൾ ആണ്, വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്, അതുകൊണ്ട് അതിന് ശക്തിയില്ല എന്ന്. എന്നാൽ ഭഗവാന്റെ തിരുനാമത്തിന്റെ ശക്തി ആ പറഞ്ഞ അപരാധങ്ങൾ, അല്ലെങ്കിൽ പാറയുടെ അവിടെ ഉപമിച്ചത് നമ്മളുടെ അപരാധങ്ങളും നമ്മളുടെ കഷ്ടതകളും നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളെയും നമുക്ക് ഭഗവാന്റെ തിരുനാമത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് മാറ്റിയെടുത്ത് മോക്ഷപ്രാപ്തിയിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യന്റെ ജന്മത്തിന്റെ ഏറ്റവും വലിയ സാഫല്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഭഗവത് പ്രേമം വരെ നമുക്ക് നേടുന്നതിനുള്ള ശക്തി, നേടിത്തരുന്നതിനുള്ള ശക്തി ഭഗവാന്റെ തിരുനാമത്തിനുണ്ട്. ഈ കലിയുഗത്തില് മറ്റ് യാതൊരു പ്രവൃത്തികളുമല്ല വർക്ക് ചെയ്യുന്നത്, മറിച്ച് ഭഗവാന്റെ തിരുനാമം മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കഥയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരിനാം പ്രഭു കി ജയ്. ശ്രീ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച്.